ഇതാണ് സേലം എയർപോർട്ടിലേക്കുള്ള എൻട്രൻസ്. സേലം സിറ്റിയിൽ നിന്നും കൃത്യം 9 മണിക്ക് ബസ്സിൽ യാത്ര തിരിച്ച് ഏകദേശം ഒരു 10:15 ഞങ്ങൾ സേലം എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ ഒരു സ്പേസ് മുന്നിൽ തന്നെയുണ്ട്. അങ്ങനെ എയർപോർട്ടിൻ്റെ മുൻവശത്ത് ഞങ്ങളുടെ ബസ് എത്തിയിരിക്കുന്നു. മനോഹരമായ ഒരു കുഞ്ഞ് എയർപോർട്ടാണ് സേലം എയർപോർട്ട്. സേലം എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂർ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഒരു ചെറിയ യാത്രയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഫ്ലൈറ്റിലുള്ള ആദ്യത്തെ ഞങ്ങളുടെ യാത്ര കൂടിയാണ് ഇത്. യാത്രയിലുള്ള കുറച്ച് എക്സ്പീരിയൻസും അതിൻ്റെ മനോഹരമായ ചില ദൃശ്യങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. അങ്ങനെ ടിക്കറ്റും ID പ്രൂഫും കാണിച്ച് എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്തത് ബാഗേജ് ചെക്കിങ്ങിനായി വെയിറ്റിങ്ങിലാണ്. ബാഗേജ് ചെക്കിങ്ങിന് ശേഷം നമ്മൾക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്യൂരിറ്റി ചെക്കപ്പ്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞ് ഗേറ്റിൽ വന്ന് ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ലാത്തവർക്ക് ആദ്യമായി ഒരു യാത്ര ഫ്ലൈറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് സേലം ടു ബാംഗ്ലൂർ ഫ്ലൈറ്റ് റൂട്ട്. കാരണം ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. വെറും 1500 രൂപ. അതുപോലെ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യണമെന്നില്ല. എപ്പോൾ ബുക്ക് ചെയ്താലും നമ്മൾക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി ഉള്ള ഒരു റൂട്ട് കൂടിയാണ്. അപ്പോൾ അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 91514 നമ്മുടെ ഫ്ലൈറ്റ് ദൂരെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോയും അലയൻസ് എയറും ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗേറ്റ് ഓപ്പണായി. ഇനി ടെർമിനലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഫ്ലൈറ്റിനടുത്തേക്ക് പോകാം. തന്നിരിക്കുന്ന ബോർഡിംഗ് പാസെല്ലാം ചെക്ക് ചെയ്ത് ഓരോരുത്തരെയായി അകത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഫ്ലൈറ്റിനകത്തേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. അങ്ങനെ സീറ്റ് നമ്പറുകളെല്ലാം കറക്റ്റാക്കി ഇരിപ്പിടം ഉറപ്പിച്ചു. നല്ല ലെഗ് സ്പേസുള്ള കംഫർട്ടായ സീറ്റുകൾ. ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുമ്പുള്ള ഇൻസ്ട്രക്ഷൻ പാലിക്കുന്നതിൻ്റെ കമൻറ്റുകൾ അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
റൺവേയിലൂടെ വേഗത കൂടിക്കൂടി നമ്മുടെ ഫ്ലൈറ്റ് ഉയരങ്ങളിലേക്ക് അങ്ങനെ കുതിച്ചുയരുകയാണ്. താഴെയുള്ള കാഴ്ചകൾക്ക് വ്യക്തത കുറയുന്തോറും ഭംഗി കൂടിക്കൂടി വരുന്നു. അത് അവസാനം നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണുന്നത് പോലെ അവശേഷിക്കാൻ തുടങ്ങി. മേഘത്തിന് മേലിൽ കൂടിയുള്ള ഈ കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രതീതിയാണുള്ളത്. നമ്മൾ ഈ സ്വർഗം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു ഫ്രെയിം. വെറും 20 മിനിറ്റിന് ശേഷം താഴെയുള്ള കാഴ്ചകൾക്ക് വ്യക്തത കൂടിക്കൂടി വരുന്നു. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് തയ്യാറായിരിക്കുകയാണ്. സേലത്തെ എയർപോർട്ട് കണ്ടതിന് ശേഷം ഈ ഒരു എയർപോർട്ട് കാണുമ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് പോലെയാണ് ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ബാംഗ്ലൂർ എയർപോർട്ട് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ടെർമിനൽ 2 ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും യാത്രക്കാരെ ടെർമിനലിൻ്റെ അറൈവൽ പോയിന്റിലേക്ക് പിക്കപ്പ് ചെയ്യുവാനായി ബസ് റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് മൂവായി തുടങ്ങി. ഇതാണ് ബാംഗ്ലൂർ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരെ ദേവനഹള്ളിക്ക് സമീപമാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി, മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ തിരക്കേറിയ 3ാമത്തെ എയർപോർട്ടാണ് ബാംഗ്ലൂർ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. മികച്ച സൗകര്യങ്ങൾ, ഷോപ്പിംഗ്, ഫുഡ്, സ്റ്റാഫ് സർവീസ് എന്നിവയ്ക്ക് 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ എയർപോർട്ട് കൂടിയാണ് ഇത്. ഇത് ഒരു ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ടാണ്. ഇവിടെ 2 ടെർമിനലുകളും 2 റൺവേയുമാണ് ഉള്ളത്. ഏകദേശം പ്രതിദിനം 750-ൽ പരം ഫ്ലൈറ്റുകൾ വന്നു പോകുന്ന തിരക്കേറിയ ഒരു എയർപോർട്ടാണ് ബാംഗ്ലൂരിലെ ഈ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ ടെർമിനൽ 2 അറൈവൽ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്യണം. ബെൽറ്റ് നമ്പർ 7 നമ്മുടെ ബാഗേജ് വരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. ബാഗേജ് വരുന്നതും കാത്ത് പൊന്നുകുട്ടി വെയിറ്റിങ്ങിലാണ്. അതാ നമ്മുടെ ബാഗേജ് വന്നു.
ഈ എയർപോർട്ടിനുള്ളിലെ സംഭവങ്ങൾ വളരെ ലക്ഷറീസും ഗ്രാൻഡായ കാഴ്ചകളുമാണ് കാണുന്നത്. അകത്തുള്ള കാഴ്ചകൾ ചുറ്റിക്കാണാൻ തന്നെ ഒരു ദിവസം മുഴുവൻ വേണ്ടിവരുമെന്നാണ് തോന്നുന്നത്. വെറുതെയല്ല ഈ എയർപോർട്ടിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും മനോഹരമായ ഫോട്ടോ ഫ്രെയിമുകൾ ഉള്ളതുകൊണ്ട് കുറച്ച് ഫോട്ടോകൾ ക്യാമറയിൽ പകർത്താൻ മറന്നില്ല. ഇനി എയർപോർട്ടിൽ നിന്നും പുറത്തേക്കും സിറ്റിയിലേക്കുമെല്ലാം പോകുവാൻ ഒരുപാട് ക്യാബുകളും ടാക്സികളും അവൈലബിൾ ആണ്. ഇതാണ് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂർ സിറ്റിയിലേക്ക് BMTCയുടെ വായുവജ്ര AC ബസ് സർവീസും അവൈലബിൾ ആണ്. അതിൽ ഒരാൾക്ക് 280 രൂപയാണ് ചാർജ്. അതാ നമ്മൾക്കുള്ള ബസ് അവിടെ തന്നെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനിയപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ വെച്ച് കാണാം.